ഹലോ ഗൈസ്, അനിമെൻഡോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാക്കുറാബച്ചയുടെ ചാപ്റ്റേഴ്സ് 105 മുതൽ 107 വരെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഉറപ്പായിട്ടും ലൈക്ക്, കമന്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്ത് ഒരു നല്ല സപ്പോർട്ട് തരിക. അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരെ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെച്ചു. കാര്യം ഇനി കുറച്ച് പേര് കൂടി സെറ്റായ നമ്മുടെ ചാനൽ 8000 സബ്സ്ക്രൈബേഴ്സിലേക്ക് കടക്കുന്നതായിരിക്കും. സോ അതെല്ലാവരും ഒന്ന് കാര്യമായിട്ട് നോക്കുക. അപ്പോൾ നമുക്കിനി ഒട്ടും തന്നെ സമയം കളയാതെ നേരെ നമ്മുടെ ചാപ്റ്റേഴ്സിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ട പോലെ യൂറയുടെ ആ ബോഡി ഇങ്ങനെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതിലെന്തോ പന്തികേട് മണത്ത സാമുറ ടോബിമുനെയും കൊണ്ട് അതിന് നേർക്ക് ഓടി ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവന്റെ ബോഡി വീണ്ടും ആ സുസാക്കു ഫ്ലെയിംസിൽ ഇങ്ങനെ നിറയ്ക്കുകയാണ്. ഇപ്പൊ അവന്റെ ബോഡിയും പിന്നെ സാമുറയും ഉയർന്നു മുകളിലേക്ക് പോവുകയാണ്. ഇപ്പൊ സാമുറ ഒരു നിമിഷത്തേക്ക് ആ സോട്ട് മാസ്റ്ററിന്റെ പ്രസൻസ് സെൻസ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും തെറിച്ച് രണ്ട് ഓപ്പോസിറ്റ് ബിൽഡിങ്ങിലേക്ക് പോയി ക്രാഷ് ആവുന്നു. സാമുറ ഇപ്പോൾ നോക്കുമ്പോൾ ആ പോയി വീണ ബിൽഡിങ്ങിലെ ഓരോ ഫ്ലോറുകളും ക്രാഷ് ചെയ്ത് യൂറ വീണ്ടും മുകളിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. സാമുറ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, സുസാക്കു ഉപയോഗിച്ചിപ്പോൾ പഴയ പോലെ അവന്റെ ആ ബോഡിയിലെ അബ്നോർമാലിറ്റി, അതായത് ഷിനുച്ചിയുടെ ആ പ്രസൻസ് ഹീൽ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതിനർത്ഥം ഷിനുച്ചിയുമായിട്ടുള്ള അവന്റെ കണക്ഷൻ ഇപ്പോൾ ഒരു അബ്നോർമാലിറ്റി അല്ലേ? സോ ഇപ്പോൾ ഒരു തുണിക്കടയുടെ മുന്നിൽ യൂറ ചെന്ന് വീണിരിക്കുകയാണ്. അവന്റെ ദേഹത്തെ ആ ഫ്ലവേഴ്സ് ഒക്കെ ഇങ്ങനെ മാഞ്ഞു പോകുന്നുണ്ട്. യൂറ ഇപ്പൊ ഇങ്ങനെ ഡാർക്ക്നെസ്സിലേക്ക് വീഴുന്ന, അതായത് അവന്റെ ഉപബോധ മനസ്സ് ഡാർക്ക്നെസ്സിലേക്ക് പോകുന്ന പോലെ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് അവന്റെ കയ്യിലെ ആ ഹിഷാക്കു എംബ്ലം മാഞ്ഞു പോകുന്നു. ഇപ്പൊ ആ ഡെഞ്ചന്റെ ഉള്ളിൽ കിടക്കുന്ന സോട്ട് മാസ്റ്ററിനെ കാണിക്കുന്നുണ്ട്. പുള്ളിയുടെ മുഖം വിസിബിൾ അല്ല, ഡാർക്കായിട്ട് കാണിക്കുന്നു. ഇപ്പൊ ആ തുണിക്കടയുടെ മുന്നിൽ കിടക്കുന്ന യൂറ ഇങ്ങനെ പതിയെ എഴുന്നേക്കുന്നുണ്ട്. ഇപ്പൊ എഴുന്നേക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവന്റെ ബോഡിയിൽ എന്തോ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് യൂറയല്ല. അയാളിപ്പോൾ ആ ദേഹത്ത് കിടക്കുന്ന സ്യൂട്ടിൽ ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഒരു സ്യൂട്ട് ഇട്ടിട്ടാണോ ഇവൻ ഷിനുച്ചി വീൽഡ് ചെയ്തത്? ഇത് വളരെ റോങ് ആണ്. എന്നിട്ടിപ്പോൾ ആ തുണിക്കടയിൽ കിടക്കുന്ന ഒരു ട്രഡീഷണൽ ഡ്രസ്സിലേക്ക് അയാളുടെ ശ്രദ്ധ പോകുന്നു. സോ ഇപ്പോൾ നമ്മൾ ഈ മനസ്സിലാക്കിയതുപോലെ തന്നെ സാമുറയും മനസ്സിലാക്കുന്നു, അവന്റെ ആ സംസാരം, അവന്റെ ആ സ്മെല്ല്, അത് യൂറയല്ല, അത് അയാളാണ്. കുനിഷിക റോക്കുഹിര എല്ലാവരെക്കാളും കൂടുതൽ വിശ്വസിച്ച, തന്റെ മാസ്റ്റർ പീസ് ക്രിയേഷനായ എൻചാൻറ്റഡ് ബ്ലേഡ് പോലും വിശ്വസിച്ച് കൈമാറിയ ആ ഗ്രേറ്റ് സോർട്സ്മാൻ. ഇപ്പൊ ആ ട്രഡീഷണൽ ഡ്രസ്സ് എടുത്തിട്ടിട്ട് ആ ബിൽഡിങ്ങിന്റെ ഗ്ലാസ് ഇങ്ങനെ ടച്ച് ചെയ്ത് പൊട്ടിച്ചോണ്ട് അയാൾ പുറത്തേക്ക് വരുന്നുണ്ട്. സോട്ട് മാസ്റ്റർ അക്കേമുറ സോഗ. തൊട്ടടുത്തായിട്ട് മഗാത്സുമിയും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ യൂറയുടെ ബോഡി ഈ സോട്ട് മാസ്റ്ററിന്റെ ബോഡിയായിട്ട് ട്രാൻസ്ഫോം ചെയ്തു. സാമുറ, കുറെ നാളായല്ലോ കണ്ടിട്ട്. അക്കേമുറ എന്നിപ്പോ സാമുറയും വിളിക്കുന്നുണ്ട്. നീ നിന്റെ കണ്ണുകൾ ഹീൽ ചെയ്തു അല്ലേ? കാണാൻ കിടിലമായിട്ടുണ്ടല്ലോ ഇപ്പോൾ. സാമുറ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, അതായത് യൂറ മുൻപ് പറഞ്ഞിരുന്നല്ലോ സോട്ട് മാസ്റ്റർ സ്വബോധത്തോടു കൂടിയാണ് മാലിഡിക്ഷൻ പോലെ ഒരു അറ്റാക്ക് അഴിച്ചുവിട്ടതെന്ന്. സത്യം പറഞ്ഞാൽ അത് കമുനാബിക്കും ഇവർക്കും എല്ലാം അറിവുള്ള ഒരു കാര്യമായിരുന്നു. ആ സെയ്റ്റേ യുദ്ധം ഈ സോഗയുടെ മൊത്തം വിശ്വാസങ്ങളെയും തകിടം മറിച്ചു. അങ്ങനെയാണ് ഇയാളുടെ മനസ്സിങ്ങനെ മാറിയത്. പക്ഷെ മാലിഡിക്ഷൻ പോലെ ഒരു കാര്യം ഇയാൾ നോർമൽ മൈൻഡിൽ ഇരുന്നപ്പോഴാണ് ചെയ്തതെന്ന് പുറത്തു പറയാൻ പറ്റില്ല. അത് ഭയങ്കര പ്രശ്നമാവും. അതുകൊണ്ടാണ് ഇവര് സോട്ട് മാസ്റ്ററിന് ഭ്രാന്തായിരുന്നു എന്ന് വരുത്തി തീർത്തത്. സത്യം പറഞ്ഞാൽ ഈ ഷിനുച്ചി വീൽഡ് ചെയ്യാനായിട്ട് സോഗയെ തെരഞ്ഞെടുത്തത് തന്നെ അയാൾക്ക് നല്ല അപാരമായിട്ടുള്ള മെന്റൽ സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ 18 കൊല്ലം ഈ തടവിൽ കിടന്നിട്ട് ഇപ്പോഴും അയാളുടെ മൈൻഡിന് അതേ സ്ട്രെങ്ത് ഉണ്ടെന്ന് സാമുറ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഇയാൾ ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കളത്തിൽ ഇറങ്ങിയതോടുകൂടി കാര്യങ്ങൾ പഴയ പടി തന്നെ ആയി എന്ന് സാമുറ ചിന്തിക്കുന്നു. അതേപോലെ തന്നെ ഷിബ അവിടെയുള്ള ആൾക്കാരെ ഓൾമോസ്റ്റ് ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ സോഗ പറയുന്നുണ്ട്, മാലിഡിക്ഷന് ശേഷം നിങ്ങളെല്ലാവരും കൂടി എന്നെ തടവിലാക്കിയപ്പോൾ ഞാൻ അതെന്റെ വിധിയാണെന്ന് ആലോചിച്ച് അവിടെ തന്നെ കിടന്നതായിരുന്നു. ഈ സൊസൈറ്റി എന്റെ വിശ്വാസങ്ങളുമായിട്ട് ഒത്തുപോകില്ല, പിന്നെന്ത് ചെയ്യാന്? എന്റെ കർമ്മം എന്തായാലും ഞാൻ പൂർത്തിയാക്കി. അന്ന് മാലിഡിക്ഷൻ സൃഷ്ടിച്ച് ശത്രുവിനെ ഞാൻ പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്തു എന്നൊക്കെ വിചാരിച്ച് ഞാൻ തടവിൽ തന്നെ കഴിഞ്ഞതായിരുന്നു. അപ്പോഴാണ് ഇനി ഈ ലോകത്തിനൊരു ഹീറോയെ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞുള്ള യൂറയുടെ വരവ്. സോബ പ്രസന്റിൽ സോഗ എങ്ങനെ മഗാത്സുമി ഷീറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ തുടങ്ങുകയാണ്. ഇപ്പൊ അയാൾ അതിങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോഴേക്കും അതിൽ നിന്ന് സ്പിരിറ്റ് എനർജി വലിയ തോതിൽ ലീക്ക് ചെയ്ത് ആ ബിൽഡിംഗ് മുഴുവനായിട്ട് ഇങ്ങനെ ഡാർക്ക് രീതിയിലാവുന്നുണ്ട്. സോഗ ഇപ്പോൾ ഷിനുച്ചി പൂർണ്ണമായിട്ടും പുറത്തെടുത്തിരിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്കിപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട്. എൻ്റെ സഹോദരൻ കുനിഷിക റോക്കുഹിര എന്തിനാണ് ആ എൻചാൻറ്റഡ് ബ്ലേഡ്സ് മുഴുവൻ മൊത്തമായി സീൽ ചെയ്തു വെച്ചത്? ഇപ്പോൾ താഴെ എൻഡൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിഹിരോയെ ശ്രദ്ധിച്ചിട്ട് സോഗ പറയുന്നുണ്ട്, ഓ അപ്പോൾ അതായിരുന്നു ഉത്തരം. സാമുറ ഇപ്പോൾ ചിഹിരോ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ അപ്പം തന്നെ സോഗ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞൊരു അറ്റാക്ക് ചെയ്യുന്നു. സാമുറ നിൽക്കുന്ന ആ ബിൽഡിംഗ് തന്നെ പുള്ളി രണ്ടായിട്ട് സ്ലാഷ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇയാളുടെ ആ ബട്ടർഫ്ലൈ അറ്റാക്കിൽ സാമുറ നിന്ന ആ ബിൽഡിംഗ് മാത്രമല്ല, അതിനടുത്തുള്ള കുറേ ബിൽഡിംഗ് വരെ പൊട്ടിത്തെറിച്ചു പോകുന്നുണ്ട്. മിസ്റ്റർ സാമുറ എന്ന് വിളിച്ച് ചിഹിരോ ഇപ്പോൾ അലറുന്നുണ്ട്. സോഗ ഇപ്പോൾ ഉടൻ തന്നെ താഴേക്ക് വന്നിട്ട് ചിഹിരോയുടെ കഴുത്തിന് മഗാത്സുമി കൊണ്ടുവെക്കുന്നുണ്ട്. നീ ഒരുപാടങ്ങ് വളർന്നു പോയല്ലോ ചിഹിരോ എന്ന് സോഗ ചിഹിരോയോട് പറയുന്നു. ഇപ്പോൾ ചിഹിരോയുടെ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അവൻ പണ്ട് അവൻ്റെ അച്ഛൻ്റെ അടുത്ത് ഈ സോട്ട് മാസ്റ്ററിനെ പറ്റിയുള്ള കുറേ വിവരങ്ങൾ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, അതേപോലെ തന്നെ അദ്ദേഹവും റോക്കുഹിരയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു, ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് ചിഹിരോ ചോദിക്കുന്നത്. പക്ഷേ റോക്കുഹിര ഒന്നും അങ്ങനെ വിട്ടു പറയില്ലായിരുന്നു. പിന്നെ ക്രമേണ ചിഹിരോ ആ ചോദ്യം ചോദിക്കുന്നത് നിർത്തി.
ഇപ്പോൾ ഷിബയാണെങ്കിൽ പ്രസൻറ്റിൽ എല്ലാവരെയും ഇവാക്യുവേറ്റ് ചെയ്തിട്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പുള്ളിക്കും ആ സോട്ട് മാസ്റ്ററിൻ്റെ ഒരു എനർജിയുടെ ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ചിഹിരോയുടെ കഴുത്തിൽ സോഗ വാള് കൊണ്ട് വെച്ചിരിക്കുകയാണല്ലോ. ചിഹിരോ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഇയാൾ നല്ല ഫാസ്റ്റർ ആണല്ലോ എന്ന്. അതേപോലെ തന്നെ ഇയാൾ ചിഹിരോയെ പേരെടുത്ത് വിളിച്ചല്ലോ. ഇയാൾക്ക് എൻ്റെ പേരെങ്ങനെ അറിയാം? മിസ്റ്റർ സാമുറയ്ക്കും മിസ്റ്റർ ഉറുഹയ്ക്കും പോലും എന്നെപ്പറ്റി കൃത്യമായിട്ടൊന്നും അറിയില്ലായിരുന്നല്ലോ. ഇപ്പോൾ ഷിനുച്ചി ഇത്രയും കാലം സീൽഡ് ആയതുകൊണ്ട് തന്നെ അതിരിക്കുന്ന ആ ചുറ്റുപാടിനെ പറ്റി എനിക്കൊരു ക്ലിയർ പിക്ചർ കിട്ടിയിരുന്നില്ല എന്ന് സോഗ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഇയാൾക്ക് അതൊക്കെ സെൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു. നീ നിന്റെ അച്ഛൻ്റെ ഒപ്പമായിരുന്നു ജീവിച്ചിരുന്നതല്ലേ, എന്നിട്ടും അയാൾ എന്നെപ്പറ്റി ഒന്നും പറഞ്ഞില്ല എന്ന് സോട്ട് മാസ്റ്റർ ചോദിക്കുന്നു. എന്നിട്ട് പുള്ളി ചിഹിരോയോട് ചോദിക്കുന്നുണ്ട്, ശരി നിനക്ക് എത്ര ഭാരമുണ്ട്? എന്താ നിന്റെ വെയിറ്റാ ചോദിച്ചത്. ചിഹിരോ ഇപ്പോൾ വലിയ താല്പര്യമില്ലാതെ അതിന് മറുപടി പറയുന്നുണ്ട്, ഒരു 70 കിലോ കാണും. നിനക്ക് ഏതാണ്ടൊരു 3860 ഗ്രാം ഭാരം ഉള്ളപ്പോൾ തൊട്ട്, അതായത് നീ ദേ ഇത്ര ഉള്ളപ്പോൾ തൊട്ട് നിന്നെ എനിക്കറിയാം. എടാ നിനക്കന്ന് കുഞ്ഞുടുപ്പ് മേടിച്ചത് വരെ ഞാനാ, അറിയോ? ഞാൻ നിന്റെ മാമനാടാ, നിന്റെ അമ്മയുടെ ഇളയ സഹോദരൻ. മാമനോ എന്ന് ചോദിച്ചപ്പോൾ ചിഹിരോ അമ്പരന്ന് നിൽക്കുന്നുണ്ട്. എനിക്ക് നിന്നോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിന്റെ അച്ഛൻ എന്തിനാടാ എൻചാൻറ്റഡ് ബ്ലേഡ്സ് എല്ലാം സീൽ ചെയ്തത്? കാരണം മാലിഡിക്ഷൻ ഉണ്ടാകാൻ കാരണം ആ ബ്ലേഡ്സ് ആണ്. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. തെറ്റായിട്ടുള്ള കാര്യമോ? നീ എന്തായി പറയുന്നത്? ചിഹിരോ ഇപ്പോൾ പറയുന്നുണ്ട്, അക്ഷരാർത്ഥത്തിൽ അതൊരു കൂട്ടക്കൊലയായിരുന്നു. സമാധാന ഉടമ്പടി ഒപ്പുവെച്ച ശേഷമാണ് ആ ഐലൻഡിലെ കൊച്ചു കുട്ടികളടക്കമുള്ള പാവപ്പെട്ടവരെ നിങ്ങൾ കൊന്നൊടുക്കിയത്. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ അളിയൻ നിന്നെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? എടാ നമ്മുടെ ഈ രാജ്യത്ത് നുഴഞ്ഞു കയറിയവരുടെ അതേ ചോരയിൽ പെടുന്നവരായിരുന്നു ആ ഷൊക്കോക്കു ഐലൻഡിൽ ഉണ്ടായിരുന്നവർ മൊത്തം. സോ അവരുടെ എല്ലാ വിശ്വാസങ്ങളും ചിന്തകളും ഒന്നാണ്. ഞാൻ കൊന്നൊടുക്കിയത് നമ്മുടെ ശത്രുക്കളെയാണ്. പക്ഷേ നീ അംഗീകരിക്കാത്തതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഈ കാര്യത്തിലൊക്കെ പലർക്കും പല അഭിപ്രായമായിരിക്കുമല്ലോ. പക്ഷേ ഇതൊക്കെ തെറ്റാണെന്ന് അറിഞ്ഞിട്ട് നിന്റെ അച്ഛൻ എന്തിനാടാ പുതിയൊരു എൻചാൻറ്റഡ് ബ്ലേഡ് ഫോർജ് ചെയ്തത് നിന്റെ കയ്യിൽ തന്നത്? അതോ ശേഷിക്കുന്ന എൻചാൻറ്റഡ് ബ്ലേഡ്സിനെ തകർക്കാൻ എന്ന് ചിഹിരോ മറുപടി പറയുന്നുണ്ട്. ഓ ഐ സി എന്നിപ്പോൾ സോഗയും പറയുന്നു. ഇപ്പോൾ ഈ സോഗ എൻ്റെ അങ്കിളാണെന്ന് എന്താ ഇതുവരെ ആരും എന്നോട് പറയാഞ്ഞതെന്ന് ചിഹിരോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ അവൻ മനസ്സിലാക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു കൂട്ടക്കൊല ചെയ്ത ക്രൂരനായ ആള് എൻ്റെ ബന്ധുവാണെന്ന് ഞാൻ അറിയണ്ടെന്ന് വിചാരിച്ചായിരിക്കും അവരത് മറച്ചു വെച്ചത്. സോട്ട് മാസ്റ്റർ ഇപ്പോൾ തുടർന്ന് പറയുന്നുണ്ട്, നിന്നോട് ഞാനിപ്പോൾ തുരുതുരാ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക, സോറി കേട്ടോ. അപ്പോൾ നീ പറഞ്ഞു വന്നത് നിന്റെ അച്ഛൻ ചിന്തിച്ചിരുന്നത് മാലിഡിക്ഷൻ ഒരു തെറ്റായിരുന്നു, അതുകൊണ്ടാണ് അയാൾ ആ എൻചാൻറ്റഡ് ബ്ലേഡ്സ് എല്ലാം ലോക്ക് ചെയ്തു വെച്ചത്. എന്നിട്ട് ഈ ലോകത്ത് എന്ത് മാറ്റമാണ് ഉണ്ടായേ? ആ ചോയ്സ് അത് ശരിയായിരുന്നോ ചിഹിരോ? ഇപ്പം ഈ സോഗയുടെ ഉള്ളിലെ ആ ചോരക്കൊതിയുടെ ഒരു ഇൻറ്റൻസിറ്റി ചിഹിരോ ഇങ്ങനെ തിരിച്ചറിയുന്നുണ്ട്. അതായത് ചിഹിരോയുടെ കഴുത്തിൽ കൊണ്ടുവച്ച മകാത്സുമി ഇയാൾ എപ്പോഴേ ഷീത്തിൽ തിരിച്ചു വെച്ചു. പക്ഷെ എന്നിട്ടും ഇപ്പോഴും ചിഹിരോയ്ക്ക് അതിൻ്റെ പ്രസൻസ് ആ കഴുത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന് അനങ്ങിയാൽ ഞാനിപ്പോൾ ചത്തുപോകുന്നുള്ള ഒരു പേടിയിലാണ് ചിഹിരോടെ നിൽക്കുന്നത്. ഇയാളിപ്പോൾ തുടർന്ന് പറയുന്നുണ്ട്, എൻചാൻറ്റഡ് ബ്ലേഡ്സിന് ഒരു മിഷനുണ്ട്. ഈവിളായിട്ടുള്ളതിനെയെല്ലാം നശിപ്പിച്ച് വീക്കായിട്ടുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ആ മിഷൻ എനിക്ക് പൂർത്തിയാക്കിയേ പറ്റൂ. ഇപ്പോൾ ക്യോരയുടെ അതേ പവേഴ്സുള്ള സസനാമി ക്ലാനിലെ മറ്റൊരു മെമ്പറിനെ ഞാൻ കമുനാബി ഹെഡ്ക്വാർട്ടേഴ്സിൽ സെൻസ് ചെയ്തിരുന്നു എന്ന് ഈ സോഗ പറയുന്നുണ്ട്. സസനാമി ക്ലാൻ എന്ന് പറയുന്നതേ ഈവിളാണ്. സോ അവനും മരിച്ചിരിക്കണമെന്ന് സോഗ പറയുന്നുണ്ട്. ഇയാൾ ഹാക്കുരിയെ പറ്റിയാണ് ഈ പറയുന്നതെന്ന് റിയലൈസ് ചെയ്ത് ചിഹിരോ ഇപ്പോൾ ആകെ ഞെട്ടുന്നുണ്ട്. ഇയാളിപ്പോൾ പറയുന്നുണ്ട്, അവനെ മാത്രമല്ല എൻ്റെ വഴിക്ക് തടസ്സം നിൽക്കുന്ന എല്ലാവരെയും ഞാൻ തീർക്കും. ഒരു വിട്ടുവീഴ്ചയും ഞാനത് ചെയ്യില്ല. ഈവിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരും അവരെ സംരക്ഷിക്കുന്നവരും തീരണം. ഇപ്പോൾ സോഗയുടെ ദേഹത്ത് ഒരാൾ കൈ വെക്കുന്നുണ്ട്. അത് മറ്റാരുടെയും കൈയല്ല, ആ സുസാക്കു ഫ്ലെയിംസിൽ ഹീലായി തിരിച്ചു വന്നിരിക്കുന്ന സാമുറയുടെ കൈയാണ്. സുസാക്കു ഉപയോഗിച്ചിട്ട് നിന്റെ ഹീലിംഗ് പവേഴ്സ് വളരെ പതുക്കെയാണല്ലോ വർക്ക് ചെയ്യുന്നത് സാമുറ എന്നിപ്പോൾ സോട്ട് മാസ്റ്റർ ചോദിക്കുന്നുണ്ട്. നിനക്ക് ഇമ്മോർട്ടലായിട്ടുള്ള ആ ഫിനിക്സിൻ്റെ പവർ ഉണ്ടെങ്കിലും എൻ്റെ ഈ ബ്ലേഡ് വെച്ച് എനിക്ക് നിന്റെ ജീവൻ എടുക്കാൻ പറ്റുമെന്ന് നിനക്ക് അറിയാമല്ലോ സാമുറ. ഇപ്പോൾ ഇത് കേട്ടിട്ട് ചിഹിരോ ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. സാമുറ പറയുന്നുണ്ട്, എനിക്കത് അറിയാം. എന്നിട്ടിപ്പോൾ സാമുറ ടോബിമുനെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കാൻ തുടങ്ങുന്നു. സോഗയാണെങ്കിലും മകാത്സുമിയും പുറത്തേക്ക് എടുക്കാൻ തുടങ്ങുന്നു. എന്നിട്ടിപ്പോൾ ഒരു ജെറ്റ് സ്പീഡിൽ വന്ന് പരസ്പരം ക്ലാഷ് ചെയ്തിട്ട് ആ ഒരു ഫോഴ്സിൽ തെറിച്ച് പുറകോട്ടേക്ക് പോകുന്നുണ്ട്. ചിഹിരോ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് സാമുറ ചോദിക്കുന്നു. കുഴപ്പമൊന്നുമില്ലാന്ന് ചിഹിരോയും പറയുന്നുണ്ട്. എന്നിട്ടിപ്പോൾ അവൻ ചിന്തിക്കുന്നു, അതായത് മിസ്റ്റർ സാമുറയുടെ IAI സ്റ്റൈലിനോടാണല്ലോ ഇയാളിപ്പോൾ മുട്ടി നിന്നതെന്ന് സാമുറ ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. IAI വൈറ്റ് പ്യൂരിറ്റി സ്റ്റൈല് സോഗ മാസ്റ്റർ ചെയ്തിട്ടില്ല. അതിന് കാരണം അയാളെ കൊണ്ടത് പറ്റാത്തത് കൊണ്ടല്ല, മറിച്ച് അതിൻ്റെ മാസ്റ്ററായിട്ടുള്ള ഇറ്റ്സോ ഷിരാക്കായിയെ ഈ സോഗയ്ക്ക് വലിയ താല്പര്യമില്ല. ഇപ്പോൾ IAI സ്റ്റൈൽ അറിയില്ലെങ്കിലും സോഗ ഷോർട്ട് ഫൈറ്റിങ്ങിൽ നല്ല ടാലൻറ്റഡ് ആണ്. മാത്രമല്ല അയാളുടെ കയ്യിലിപ്പോൾ ഉള്ളത് ഷീത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വെളിയിലെടുത്ത് വെച്ചിരിക്കുന്ന മകാത്സുമിയാണ്. ബാക്കി ബ്ലേഡ്സിനെ പോലെ അതിന് 3 പവറൊന്നും അല്ല, അതിൽ കൂടുതലുണ്ട്. സോ അതിൻ്റെ യഥാർത്ഥ ശക്തി നമ്മളിനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് സാമുറ പറയുന്നു. ഇപ്പോൾ പതുക്കെ ആ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ചെറുതായിട്ട് ആ മകാത്സുമിയും പിടിച്ചുകൊണ്ട് സോഗ ഇങ്ങനെ ഉയരുന്നുണ്ട്. അതിലേക്ക് അട്രാക്റ്റ് ആയി കുറേ പ്രാണികൾ ഇങ്ങനെ വരുന്നു. അടുത്തുള്ള ഒരു മരം ഇങ്ങനെ കൊഴിയുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ചിഹിരോ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു. സാമുറ ഇപ്പോൾ ചിഹിരോയോട് പറയുന്നുണ്ട്, ഇയാളുടെ ഐഡിയോളജി ഭയങ്കര എക്സ്ട്രീമാണ്. നമ്മൾ എന്ത് വില കൊടുത്തു ഇയാളെ തടഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ മാലിഡിക്ഷൻ പോലൊരു ദുരന്തം ഇനിയും ഇവിടെ സംഭവിക്കും. സോഗ ഇപ്പോൾ ചിഹിരോയോട് പറയുന്നുണ്ട്, ചിഹിരോ
എന്നെ എതിർക്കാൻ നിൽക്കണ്ട, നിർത്തി പോകുന്നതാ നിനക്ക് നല്ലത്. ഇപ്പോൾ ഇതെല്ലാം കേട്ടിങ്ങനെ പല്ല് കടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിഹിരോ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഇയാൾ കാരണമാണ് അച്ഛൻ എൻചാൻറ്റഡ് ബ്ലേഡ്സ് എല്ലാം സീൽ ചെയ്തത്. ആ ബ്ലേഡ്സ് എല്ലാം നശിപ്പിക്കണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചതും ഇയാളെ പേടിച്ചിട്ടാണ്. അതിനായി അച്ഛൻ നിർമ്മിച്ച എൻചാൻറ്റഡ് ബ്ലേഡായ എൻഡൻ വീൽഡ് ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് എനിക്കിപ്പോൾ ഇയാളെ ഫേസ് ചെയ്തേ പറ്റൂ. സോ ഇപ്പോൾ ചിഹിരോ എൻഡൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് സോഗയോട് പറയുന്നുണ്ട്, നിർത്തി പോകാൻ വന്നവനല്ല ഞാൻ, നിങ്ങൾക്കുള്ള പോലെ പൂർത്തിയാക്കാൻ ഒരു മിഷൻ എനിക്കുമുണ്ട്. ഇപ്പോൾ ഈ ഷിനുച്ചിയുടെ പവർ എന്ന് പറയുന്നത് എതിരാളിയുടെ ലൈഫ് ഫോഴ്സ്, അയാളുടെ ജീവൻ, ആ ഒരു ഊർജ്ജം മൊത്തമായിട്ട് ഊറ്റിയെടുത്തിട്ട് ഇതിന്റെ വീൽഡറിന് കൊടുക്കുന്നതാണല്ലോ. സോ അതിന്റെ പവർ അങ്ങനെ ഒരു ഡാർക്കർ ഫോമിലായിരിക്കും പ്രതിഫലിക്കുന്നത്. എതിരാളികളെ കൊന്നൊടുക്കാനായിട്ടുള്ള ഈ എൻചാൻറ്റഡ് ബ്ലേഡിന്റെ ട്രൂ റിലം അറ്റൈൻ ചെയ്ത ഒരാളാണ് ഈ അക്കേമുറ സോഗ. മാലിഡിക്ഷൻ സമയത്ത് 2 ലക്ഷം ജീവനാണ് അയാൾ ഇല്ലാതാക്കിയത്. ഇപ്പോൾ പ്രസന്റിലെ മഗാറ്റ്സുമിയുടെ ഈ പവർ കാരണം ചിഹിരോയുടെ ദേഹത്തു നിന്ന് ഇപ്പോൾ ആ പൂക്കളൊക്കെ ഇങ്ങനെ വരുന്നത് കാണാം. സാമുറ ഇപ്പോൾ ഉടനടി അത് ഹീൽ ചെയ്ത് കളയുന്നുണ്ട്. തൊട്ടടുത്തുള്ള ഒരു മരം ഇപ്പോൾ കരിഞ്ഞുണങ്ങുന്നത് ചിഹിരോ ശ്രദ്ധിക്കുന്നു. സോ ചിഹിരോ അത് മനസ്സിലാക്കുകയാണ്. അതായത് സോഗ ഇപ്പോൾ ആ ഷീത്തിൽ നിന്ന് ഈ സോഡ് പുറത്തെടുത്തപ്പോൾ തന്നെ അതതിൻ്റെ പണി ആരംഭിച്ചു. ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളിൽ നിന്നും ഊർജ്ജം ഊറ്റിയെടുക്കുകയാണത്. മിസ്റ്റർ സാമുറയുടെ സുസാക്കു പവർ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എപ്പോഴേ ഞാൻ ചത്തുപോയേനെ എന്ന് ചിഹിരോ മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെയാണ് മാലിഡിക്ഷൻ സംഭവിച്ചതെന്നും അവൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഈ നിൽക്കുന്നിടത്തു നിന്ന് എത്ര റേഡിയസിലുള്ള ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്തു എന്ന് സാമുറ എടുത്ത് സോഗ ചോദിക്കുന്നുണ്ട്. 250 മീറ്ററിനുള്ളിൽ ആരും തന്നെ ഇല്ല എന്ന് സാമുറ മറുപടി പറയുന്നു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ബാറ്റിൽ ഫീൽഡ്. അതിന് പുറത്താരെങ്കിലും പോവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ഹരാക്കിരി ചെയ്തോണമെന്ന് സോഗ പറയുന്നുണ്ട്. അതായത് വയറ് കീറി ആത്മഹത്യ ചെയ്തോണമെന്ന്. സാമുറ ഇപ്പോൾ ഒന്ന് ഞെട്ടുന്നു. ഇപ്പോൾ ഉടനെ സോഗ ആ വാള് താഴേക്ക് കുത്തുന്നുണ്ട്. ഒരു സെന്റിപ്പീഡ് അറ്റാക്ക്. ഇപ്പോൾ ചിഹിരോയി സാമുറയൊക്കെ ഇങ്ങനെ തെറിച്ചു പോകുന്നു. അവരാ നിൽക്കുന്ന തറയൊക്കെ പൊളിഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ചിഹിരോയ്ക്ക് നേരെ സോഗ പാഞ്ഞു വന്നിട്ട് അവനെ ഒരൊറ്റ സ്ലാഷ് ചെയ്യുന്നുണ്ട്. ചിഹിരോ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ഷിനുച്ചി ആക്ടിവേറ്റ് ചെയ്യാതെ ഫൈറ്റ് ചെയ്തപ്പോൾ പോലും സാമുറയുടെ സ്പീഡിനോട് കട്ടയ്ക്ക് നിന്ന ആളാണ് സോഗ. ഇപ്പോഴാണെങ്കിൽ ഷിനുച്ചി ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇയാൾ ഏത് ലെവലിൽ പോകുമെന്ന് പറയാനേ പറ്റില്ല. ചിഹിരോ ഇപ്പോൾ തെറിച്ചൊരു കാറിൽ പോയി ഇടിച്ചു വീഴുന്നുണ്ട്. സോഗ ഇപ്പോൾ ചിഹിരോയോട് പറയുന്നുണ്ട്, ഞാൻ നിനക്കൊരു വാണിംഗ് തന്നതല്ലേടാ. സാമുറ ഇപ്പോൾ പെട്ടെന്ന് സോഗയുടെ ഒരു സൈഡിലേക്ക് ടെലിപ്പോർട്ട് ചെയ്തു വരുന്നു. അങ്ങോട്ടേക്ക് സോഗ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് സാമുറ സോഗയുടെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്നു. ഇപ്പോൾ ശരി, എന്നാൽ നിനക്ക് തന്നെ ആദ്യം ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സോഗ സാമുറയുടെ ആ ടോബിമുനെ പിടിച്ചിരിക്കുന്ന കയ്യുടെ ഒരു ഭാഗം വെട്ടി അരിയുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഈ ടോബിമുനെ തെറിച്ചു പോയ ആ സ്ഥലത്തേക്ക് ടെലിപ്പോർട്ടായി ചെന്നിട്ട് സാമുറ മറ്റേ കൈ കൊണ്ട് ആ സോഡ് പിടിക്കുന്നുണ്ട്. എന്നിട്ട് ആ മുറിഞ്ഞു പോയ കൈ ഹീൽ ചെയ്യുകയാണ്. സോഗ ഇപ്പോൾ ചാടി വന്ന് ആ കൈയിലേക്ക് വെട്ടുന്നുണ്ട്. ഇപ്പോൾ തെറിച്ചു പോയ സാമുറ ഒരു ബിൽഡിങ്ങും പൊളിച്ച് വീഴുകയാണ്. സോഗ ഇപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും സാമുറയുടെ ആദ്യം ആ പരിക്കേറ്റ കൈ ഹീലായിട്ടുണ്ട്. ഇപ്പോൾ ടോബിമുനെ പുള്ളി പിടിച്ചിരിക്കുന്നത് കാണാം. സാമുറ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ഷിനുച്ചിയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെ അത് നമ്മളുടെ ഊർജ്ജം ഇങ്ങനെ ഊറ്റിയെടുത്തുകൊണ്ടേയിരിക്കും. സുസാക്കുവിൻ്റെ ഫ്ലെയിംസ് വെച്ച് ഒരു പരിധി വരെ അതൊന്ന് തടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഹീലിംഗ് കുറേ ആയതുകൊണ്ട് തന്നെ ഇനി ഹീലിങ്ങിനുള്ള പവർ കുറവാണ്. സാമുറയുടെ ആ ഒരു കൈ പൂർണ്ണമായിട്ടും അറ്റ് കിടക്കുകയാണ് ആ ബിൽഡിങ്ങിലേക്ക് തെറിച്ചു വീണ അറ്റാക്കിൽ. എന്നാലും സാമുറ ഇപ്പോൾ പുള്ളിയുടെ കഴിവിൻ്റെ പരമാവധി എടുത്ത് ആ ഷിനുച്ചിയെ റെസിസ്റ്റ് ചെയ്യുകയാണ് സുസാക്കു ഉപയോഗിച്ച്. സോഗ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, നിന്റെ പവറിൻ്റെ മാക്സിമം ഇങ്ങനെ പുറത്തെടുത്തിട്ട് സ്വയം അങ്ങ് ഹീൽ ചെയ്യാനും എന്നെ പൂർണ്ണമായിട്ട് ഈ ഫ്ലെയിംസിലങ്ങ് കത്തിച്ച് കളയാനും പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സാമുറ? സാമുറ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, 18 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ പോലും ആ മാലിഡിക്ഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് സോഗ സ്റ്റോപ്പ് ചെയ്തത്. അല്ലാതെ അതിനു മുമ്പ് ഇവർ 5 സോഡ് ബെയറേഴ്സ് വിചാരിച്ചിട്ടും സോഗയെ തടയാൻ കഴിഞ്ഞിരുന്നില്ല. നീ ഇനി എത്ര നേരം ഈ സുസാക്കു വെച്ച് ഇങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് ഇപ്പോൾ പ്രസന്റിൽ സോഗ സാമുറയോട് ചോദിക്കുന്നുണ്ട്. ആ കാറിനടുത്ത് കിടക്കുന്ന ചിഹിരോ ഇപ്പോൾ അവൻ്റെ ആ ആക്ക എബിലിറ്റി ഉപയോഗിച്ചുള്ള സുസാക്കു ഫ്ലെയിംസ് കൊണ്ട് സ്വയം ഹീൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. മിസ്റ്റർ സാമുറ അവിടെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുകയാണ്. പുള്ളിക്കാരനെ പോയി ഹെൽപ്പ് ചെയ്യണം, എൻ്റെ മിഷൻ പൂർത്തിയാക്കണമെന്നൊക്കെ പറഞ്ഞ് ചിഹിരോ എൻ്റെ അടുത്തേക്ക് കൈ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ സാമുറയ്ക്ക് അറിയാം സോഗയെ കൊല്ലാൻ പറ്റില്ല. കാര്യം പുള്ളി മരിച്ചു കഴിഞ്ഞാൽ ബാക്കി സോഡ് ബെയറേഴ്സ് എല്ലാം ചാകും. പക്ഷേ ഇപ്പം ഇങ്ങനെ ഈ സുസാക്കു ഫ്ലെയിംസിൽ കുളിച്ച് നിൽക്കുന്ന സോഗയെ വെട്ടി വീഴ്ത്തി തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കഴിയും. കാര്യം സെന്റിപ്പീഡ് ബട്ടർഫ്ലൈ അറ്റാക്സ് പുള്ളിക്ക് ഇനി ഒരു ഇന്റർവെൽ കഴിഞ്ഞേ ഉപയോഗിക്കാൻ പറ്റൂ. സോ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ ഇപ്പം ചെയ്യണം, ഇതാണ് സമയം എന്ന് പറഞ്ഞ് സാമുറ ടോബിമുനെയും പിടിച്ച് അറ്റാക്കിന് റെഡി ആവുന്നുണ്ട്. സോ അവർ രണ്ടുപേരും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് പരസ്പരം വെട്ടുന്നു. സോ ഇപ്പോൾ ആ ക്ലാഷിൽ ആ ബിൽഡിംഗ് തന്നെ ചിതറി വീഴുന്നുണ്ട്. സോട്ട് മാസ്റ്റർ ഒരു പരിക്കും പറ്റാതെ നിൽക്കുന്നു. അതേസമയം സാമുറയാണെങ്കിൽ പരിക്കേറ്റ് താഴെ വീണു. സോട്ട് മാസ്റ്റർ ഇപ്പോൾ പറയുന്നുണ്ട്, 2 ലക്ഷം 18 വർഷങ്ങൾക്ക് മുമ്പ് ഒരൊറ്റ സ്ട്രൈക്കിൽ ഞാനെടുത്ത ജീവനുകളുടെ എണ്ണമാണത്. മിസ്റ്റർ സാമുറ, നീ ഒരു അസാധ്യ സോട്ട് ഫൈറ്ററാണെന്ന് എനിക്കറിയാം. സത്യം പറഞ്ഞാൽ 18 വർഷം മുമ്പുള്ളതിനേക്കാൾ നല്ല സ്കിൽഡാണ് നീ ഇപ്പോൾ. എനിക്ക് സർപ്രൈസായി. പക്ഷേ ഈ ഷിനുച്ചി കയ്യിൽ പിടിച്ച് ഞാൻ നിൽക്കുന്നിടത്തോളം കാലം എൻ്റെ മേലെ ഒരു വിജയം നേടാൻ നിനക്കാവില്ല സാമുറ. എൻ്റെ ഈ പവർ വെച്ച് ഈ സമൂഹത്തിനെ ഞാൻ ശുദ്ധീകരിക്കും. നിങ്ങളെ ഞാനതിന് സമ്മതിക്കില്ല എന്നിപ്പോൾ സാമുറ ഒരു അടഞ്ഞ സ്വരത്തിൽ പറയുന്നുണ്ട്.
ശരി, അങ്ങനെയെങ്കിൽ ശുദ്ധീകരണം നിന്നെ കൊന്നുകൊണ്ട് തന്നെ ആരംഭിക്കാം എന്ന് പറഞ്ഞ് സോഗ നിൽക്കുമ്പോൾ സോഗയുടെ പുറകിൽ ചിഹിരോ വന്നിട്ടുണ്ട്. ഇത് ശ്രദ്ധിച്ച സോഗ ചിഹിരോയെ ആ നിൽക്കുന്നിടത്ത് തന്നെ ഫ്രീസാക്കാൻ വേണ്ടിയിട്ട് സ്പൈഡർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചിഹിരോ നിൽക്കുന്നിടത്ത് അവനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ആ ചലന്തിവലകൾ വന്നിട്ടുണ്ട്. സോഗ ഇപ്പോൾ ചിഹിരോയോട് പറയുന്നുണ്ട്, സാമുറയുടെ ഫ്ലെയിംസ് എല്ലാം കത്തി തീർന്നു, പ്രതിരോധം എല്ലാം അവസാനിച്ചു, ഇനി ഇവൻ ഇവിടെ കിടന്ന് ചാകുന്നത് അവിടെ അനങ്ങാതെ നിന്ന് നീ കാണ്. ഇപ്പോൾ ചിഹിരോ നിഷിക്ക് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അടുത്ത സെക്കൻഡിൽ ചിഹിരോ ആ വല മറികടന്ന് മുന്നോട്ട് നടക്കുന്നുണ്ട്. ഇതിപ്പോൾ സോഗയ്ക്ക് ഷോക്കായി. അവനെ എൻ്റെ സ്പൈഡർ അറ്റാക്ക് അഫക്റ്റ് ചെയ്തില്ലേ? ഈ സംഭവം ഇപ്പോൾ സാമുറയ്ക്കും ഷോക്കായിട്ടുണ്ട്. ഇപ്പോൾ ചിഹിരോയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിച്ചത് ക്യോട്ടോയിൽ വെച്ച് സാമുറയുമായിട്ട് അവൻ ചെയ്ത ആ ഫൈറ്റിൽ അവൻ എൻ്റെ ട്രൂ റിലം അറ്റൈൻ ചെയ്തു, അതുകൊണ്ടാണ്. മഗാറ്റ്സുമിയുടെ പവർ ജീവനെ ഊറ്റിയെടുക്കാനുള്ളതാണെങ്കിൽ നിഷിക്കിയുടെ പ്രൊട്ടക്ഷൻ അതിനെ ബ്ലോക്ക് ചെയ്യും. ഇപ്പോൾ ഞാൻ ആരെയും മരിക്കാൻ വിടില്ല എന്നും പറഞ്ഞ് നിഷിക്ക് വെച്ച് ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്ത് ചിഹിരോ സോഗയ്ക്ക് നേരെ ചെല്ലുന്നുണ്ട്. അങ്ങനെ എൻ്റെനും മഗാറ്റ്സുമിയും തമ്മിൽ നല്ലൊരു ക്ലാഷ് നടന്നിരിക്കുകയാണ്. ഇത്രയും ക്ലോസ് റേഞ്ചിലായിട്ട് കൂടി മഗാറ്റ്സുമിയുടെ പവർ ഇവനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നോർത്ത് സോഗ ഞെട്ടുന്നു. ഇപ്പം അത് എന്തുകൊണ്ടാണെന്നും സോഗ മനസ്സിലാക്കുന്നുണ്ട്. അതായത് മറ്റ് എൻചാൻറ്റഡ് ബ്ലേഡുകളെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയ ഒരു എൻചാൻറ്റഡ് ബ്ലേഡ് എൻഡൻ മാലിഡിക്ഷനെയും മഗാറ്റ്സുമിയെയും കൗണ്ടർ ചെയ്യുക എന്നുള്ളതാണ് എൻഡൻ്റെ മിഷനും അതേപോലെ തന്നെ ട്രൂ റിലവും. ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്ത സോഡ് തന്നെയാണ് ഇതെന്ന് ഈ ക്ലാഷിലെ സോഗയ്ക്ക് ബോധ്യപ്പെടുന്നു. ചിഹിരോ ഇപ്പോൾ അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ ഏകദേശം പ്രാപ്തി നേടിയിട്ടുമുണ്ട്. സോ ഈ പോയിന്റ് വെച്ച് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല സപ്പോർട്ട് തരിക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു. 8000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇനി കുറച്ച് പേരൂടെ മതി. സോ അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റേഴ്സിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് ഉടനെ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.